നമസ്കാരം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ കൊടുത്താൽ ആലത്തൂരും കിട്ടുമെന്ന് രമ്യ ഹരിദാസിന് ഇപ്പൊ നന്നായി മനസ്സിലായി കാണും. ഇക്കുറി രമ്യ ഹരിദാസ് അങ്ങനെ പാട്ടും പാടി ജയിച്ച് ലോകസഭയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് വേറെ ആരുമല്ല, കോൺഗ്രസിന്റെ സാധാ പ്രവർത്തകരാണ്. അതായത് ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ നേതാവിനെ ജയിപ്പിച്ച് അങ്ങ് ഏത് ലോകസഭയിലേക്കും നിയമസഭയിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ അയക്കുന്നത് സാധാ പ്രവർത്തകരാണ്. അവരാണ് ഇവർക്ക് വോട്ട് മേടിച്ചു കൊടുക്കുന്നത്. അവർ പറയുന്നു രമ്യ ഹരിദാസ് എന്തായാലും ഇനി ലോകസഭയിലേക്ക് പോകണ്ട എന്ന്. അതിന് അവർക്കൊരു കാരണവുമുണ്ട്. അതായത് കോൺഗ്രസിന്റെ ജനകീയനായ നേതാവായിരുന്ന അന്തരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ വ്യാജ വാർത്തകൾ ചെയ്യുകയാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്ന സമയത്ത് കുടുംബം മുഖ്യമന്ത്രിയെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞൊരു പച്ചക്കള്ളം. പിന്നീട് ചാണ്ടി ഉമ്മൻ രംഗത്ത് വരുന്നു, സത്യാവസ്ഥയൊക്കെ വെളിപ്പെടുത്തുന്നു. പിന്നീട് ഈ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു. ഷാജൻ അപ്പോൾ പറഞ്ഞത് എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞു കേട്ടൊരു അറിവാണെന്നൊക്കെ പറഞ്ഞ് പിന്നീട് പുള്ളി കിടന്ന് സ്ഥിരം ന്യായീകരിച്ച് ഷൂവർക്കറാവുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതെന്തുമാകട്ടെ, അപ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അവരുടെ ഏറ്റവും അവർ ആരാധിക്കുന്ന ഒരു നേതാവിനെതിരെയാണ് ഷാജൻ ഇത്തരത്തിൽ വ്യാജ വാർത്ത ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഷാജന്റെ വാർത്തകളിലേക്ക് ചുവ നമുക്കറിയാം. ഒരു BJP ഏജന്റിനെ പോലെ BJP കടത്താണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ന്യൂനപക്ഷങ്ങളെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ട് വർഗീയ വാർത്ത ചെയ്യുന്ന ഒരു സ്ഥിരം പൊതുശല്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് നല്ല ദേഷ്യം ഇയാളോടുണ്ട്. കാരണം രാഹുൽ ഗാന്ധി കള്ളപ്പണക്കാരനാണ്, ഒപ്പം മല്ലികാർജുൻ ഖർഗെയെ കുറിച്ച് അങ്ങനെ തുടങ്ങി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറ്റി എല്ലാ കഥകളും പച്ചക്കള്ളവും പ്രചരിപ്പിക്കാത്ത ഒരു ദിവസം പോലും ഷാജൻ സ്കറിയയുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ചാനലിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പടച്ചുവിടാറുള്ളത്. ഒപ്പം രമേശ് ചെന്നിത്തലയെ സംഘി എന്നൊക്കെ വിളിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന, കോൺഗ്രസ്സുകാരും മനുഷ്യരല്ല എന്ന് പറയുന്ന ഈ ഷാജൻ സ്കറിയക്കെതിരെ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ, അതായത് ഉമ്മൻചാണ്ടിയുടെ കുടുംബം നിയമ നടപടി സ്വീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ രമ്യ ഹരിദാസ് ഈ ഷാജൻ സ്കറിയയെ ചേർത്ത് പിടിക്കുകയാണ്. ഷാജൻ സ്കറിയക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ വളരെ അങ്ങ് അന്തസ്സോടെ ഈ ആലത്തൂർ MP ആയിരുന്ന രമ്യ ഹരിദാസ് അങ്ങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അന്ന് അതിനടിയിൽ വന്ന് വീണ കമന്റുകൾ കാണേണ്ട കാഴ്ചയാണ്. കോൺഗ്രസിനെ 24 മണിക്കൂർ വിമർശിക്കുന്ന, കോൺഗ്രസിനെതിരെ ഇല്ലാ കഥകൾ പടച്ചുവിടുന്ന സംഘി ഷാജനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഇടാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളൊരു കോൺഗ്രസ് MP അല്ലേ? അടുത്ത ഇലക്ഷൻ വരട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം, ഇതിന് ഞങ്ങൾ മറുപടി തരുന്നുണ്ട് എന്നവർ പറഞ്ഞത് ചുമ്മാതൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ രമ്യ ഹരിദാസ് ഇടുന്ന പോസ്റ്റിനടിയിലൊക്കെ ഈ ഷാജനും അതുപോലെ തന്നെ രമ്യയെ നിൽക്കുന്ന ഫോട്ടോകൾ അവർ പോസ്റ്റ് ചെയ്യുകയാണ്. ചിന്തിക്കൂ എന്ന് തന്നെയാണ് അവർ മറ്റുള്ള പ്രവർത്തകരോടും പറയുന്നത്. അന്ന് രമ്യ ഹരിദാസ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുമ്പോൾ വലിയ ചർച്ചയായിരുന്നു. വലിയ സൈബർ ആക്രമണം നടത്തിയത് LDFകാരോ അല്ലെങ്കിൽ വേറെ പാർട്ടിയിലുള്ള ആളുകളോ ഒന്നുമല്ല, സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരാണ്. അവരുടെ വികാരമാണ്. അതായത് നിരന്തരം ഒരു പാർട്ടിയെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പിന്തുണച്ചുകൊണ്ട് ആ പാർട്ടിയിലെ എല്ലാ നേതാക്കളും അണികളും ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ, വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവരെയൊക്കെ തള്ളിക്കൊണ്ട് ഈ പറയുന്ന ഷാജനെ പൊക്കിപ്പിടിച്ചൊരു ഫോട്ടോ ഇടണമെങ്കിൽ രമ്യ ഹരിദാസിന്റെ തൊലിക്കെട്ടി നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവും. പാർട്ടിയേക്കാൾ വലുതാണ് ഷാജൻ സ്കറിയ എന്ന ഒരു തോന്നലല്ലേ സത്യത്തിൽ അത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാവുക. ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കി വീണ്ടും ഈ പറയുന്ന ആലത്തൂർ MP ആയിട്ടുള്ള രമ്യ ഹരിദാസ് ഈ പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആലത്തൂരിൽ വലിയ ചർച്ച ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അന്ന് ചെയ്തു വെച്ചതിനൊക്കെ ഇപ്പോൾ മേടിച്ചു കൂട്ടുകയാണ് രമ്യ ഹരിദാസ്. അല്ലെങ്കിലും പൊതുവെ രമ്യ ഹരിദാസിന് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സാധ്യത അത്ര കാര്യമായി പ്രവചിക്കുന്നില്ല. കഴിഞ്ഞ തവണ രാഹുൽ തരംഗവും അതുപോലെ തന്നെ ശബരിമല വിഷയവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ എങ്ങനെയോ രമ്യ ഹരിദാസ് ജയിച്ചു പോയി. രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് ഒറ്റ എക്സിറ്റ് പോൾ ഫലങ്ങളും അന്ന് പ്രവചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇക്കുറി രമ്യ ഹരിദാസിന്റെ പെർഫോമൻസ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ലോ എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ ലോകസഭയിലേക്ക് രമ്യ ഹരിദാസ് പോയിട്ട് വ്യക്തമായ കേരളത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ച് കേരളത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ പരാജയം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതായത് കേരളത്തെ സംബന്ധിക്കുന്ന കേന്ദ്രം കേരളത്തിനോട് കാണിച്ചിട്ടുള്ള അവഗണനക്കെതിരെ ഒന്നും ശക്തമായ സമരം, ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, രമ്യ ഹരിദാസ് ലോകസഭയിൽ തീപ്പൊരി പോലെ പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്പീച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? അല്ലെങ്കിൽ രമ്യ ഹരിദാസ് ലോകസഭയിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചർച്ചയായിട്ടുണ്ടോ? ഉണ്ടാകില്ലെന്നേ.
മറിച്ച് എന്തൊക്കെയാണ് ചർച്ചയായിട്ടുള്ളത്? രമ്യ ഹരിദാസ് ചില പരിപാടികളിലൊക്കെ പോയി നാടൻ പാട്ട് പാടും, ചിലപ്പോൾ ഡാൻസ് കളിക്കും, ചിലപ്പോൾ എന്താ പറയുക, ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്ക് നമ്പറുകളൊക്കെ കാണിച്ചു കൂട്ടും. ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വാർത്തയാകും പോട്ടെ. പിന്നെ ഈ ഷാജനെ പോലുള്ളവരൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അതിനപ്പുറത്തേക്ക് എന്ത് രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് രമ്യ ഹരിദാസിൻ്റെതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു, കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ തുടങ്ങി എത്രയെത്രയോ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രമ്യ ഹരിദാസിനെ സംബന്ധിച്ച്, രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി ഈ LDF കേന്ദ്ര സർക്കാരിനെതിരെ ജന്തർ മന്ദറിൽ ഒരു സമരം നടത്തിയല്ലോ. ആ സമരം നടത്തിയപ്പോൾ പോലും പങ്കെടുത്തില്ലല്ലോ. അതായത് കേന്ദ്രത്തിനെതിരെ, കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ഈ ഒറ്റക്കെട്ടായിട്ട് അവർ സമരം നടത്തിയത്. അപ്പോഴൊന്നും ഈ രമ്യ ഹരിദാസിനെ എന്നല്ല 18 MP-മാരെയും നമ്മൾ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. ആലത്തൂരിൽ നമുക്കറിയാം, അതൊരു ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. ആ കോട്ടയിൽ വീണ്ടും അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ എത്തുകയാണ്. ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയാണ്. ആലത്തൂർ ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആ നിലവിലെ MP-ക്ക് ചെയ്യാൻ കഴിയാതെ പോയതൊക്കെ കെ രാധാകൃഷ്ണൻ MP ആയാൽ ചെയ്യാൻ കഴിയും എന്നത് മാത്രമല്ല, അദ്ദേഹം ഒരു LDF-ന്റെ സ്ഥാനാർത്ഥിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ ലോക്സഭയിൽ കേരളത്തിന്റെ ശബ്ദമായി മാറാൻ കഴിയൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. രാജ്യസഭയിൽ പോലും ആരാണ് ഏറ്റവും അതിശക്തമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത്? CPM ആണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ ജോൺ ബ്രിട്ടാസിന്റെയൊക്കെ അതിശക്തമായിട്ടുള്ള പ്രസംഗങ്ങൾ. അതുപോലെ ഏതെങ്കിലും ഒരു പ്രസംഗം ഈ പറയുന്ന ഇവിടുന്ന് ജയിച്ചു പോയ 18 MP-മാരിൽ ആരുടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലെന്നേ. രാഹുൽ ഗാന്ധിയുടേത് പോലും ഇതുപോലെ ജോൺ ബ്രിട്ടാസ് ഒക്കെ നടത്തുന്നത് പോലുള്ള ഒരു പ്രസംഗം കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ 18 MP-മാർക്കും വല്ലാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാകും അനുഭവപ്പെടാൻ സാധ്യത. കാരണം ഒരു അനുകൂലമായ ട്രെൻഡ് എങ്ങും തന്നെ കാണാനില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ BJP-ക്കെതിരാണ് എന്ന് പറയുമ്പോഴും രാഹുൽ ഗാന്ധി പോലും ഇവിടെ മത്സരിക്കുന്നത് ആർക്കെതിരെയാണ്? ഇടതുപക്ഷത്തിനെതിരെയാണ്. വയനാടിലാണ്. അമേഠിയിൽ മത്സരിക്കാൻ സ്മൃതി ഇറാനി വെല്ലുവിളിക്കുമ്പോഴും പേടിച്ച് ഭയന്ന് ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി. KC വേണുഗോപാൽ എവിടെയാണ് മത്സരിക്കുന്നത്? ആലപ്പുഴയിലാണ്. AM ആരിഫിനെതിരെയാണ് മത്സരിക്കുന്നത്, അതും ഇടതുപക്ഷത്തിനെതിരെ. പിന്നെ എങ്ങനെയാണ് ഇവർ സംഘികൾക്കെതിരെയാവുക? ഇവരുടെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അങ്ങനെ ഇവർ സംഘികൾക്കെതിരെയാണ്, BJP-ക്കെതിരെയാണ് ഇവർ പോരാടുന്നതെങ്കിൽ മത്സരിക്കേണ്ടത് അവിടെ പോയല്ലേ. പക്ഷെ ഇവിടെ വന്ന് അവർ മത്സരിക്കുന്നു. മാത്രവുമല്ല, എന്താണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ BJP-യിലേക്ക് ഒഴുകുന്ന കാഴ്ച. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്ന കെ കരുണാകരന്റെ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് നേരെ BJP-യിലേക്ക് പോയിരിക്കുന്നു. അതിനു മുന്നേ എന്താണ് കണ്ടത്? AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണി BJP-യിലേക്ക് പോകുന്നു. ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നു ഇനിയും ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ BJP-യിലേക്ക് വരുമെന്ന്. മാത്രവുമല്ല, കെ മുരളീധരനും വൈകാതെ തന്നെ BJP-യിലേക്ക് വരുമെന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു. അങ്ങനെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, മുൻ മുഖ്യമന്ത്രിമാർ മുഴുവൻ തന്നെ BJP-യിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനെ ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും UDF-കാരനായിരുന്ന, കോൺഗ്രസ്സുകാരനായിരുന്ന മിക്ക ആളുകളും ഒക്കെ BJP ആയി മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ വിശ്വസിച്ച് UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും എന്നൊരു ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലിൽ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന്. ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു? ഇല്ലെന്ന്. ഇപ്പോഴും എന്താണ് സതീശൻ പറയുന്നത്? അത് കേന്ദ്ര നിയമമാണ്, അതിവിടെ പ്രാബല്യത്തിൽ വരും, അതിനെ നമുക്ക് പ്രാബല്യത്തിൽ വരാതിരിക്കാനുള്ള ഒരു മാർഗവും തീർത്തുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ചട്ടം വിജ്ഞാപനം ചെയ്ത് അത് നിയമമായി വന്നപ്പോഴും അന്ന് ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയപ്പോൾ മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇന്നും അതേ രീതിയിൽ LDF തുടരുകയാണ്. ഈ നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭയാണ്. ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമമെന്ന് ചൂണ്ടിക്കാണിച്ച് സ്യൂട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് ഈ സർക്കാരാണ്. അല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ ആലോചിച്ച് വേണോ വേണ്ടയോ എന്ന് ഓർത്തിരിക്കുമ്പോഴത്തേക്കും ഇവിടത്തെ സർക്കാർ സമയമെടുക്കാതെ തന്നെ അതിനു വേണ്ടിയുള്ള നടപടികളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ശക്തമായ നിയമ പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വിശ്വാസം ജനങ്ങൾക്ക് LDF പ്രതിനിധികളിൽ തന്നെയാണ്. മണിപ്പൂർ വിഷയങ്ങളിൽ, കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ വിഷയത്തിൽ, കർഷക ബില്ലിൽ തുടങ്ങി എല്ലാ രാജ്യത്തെ സംബന്ധിക്കുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലുമൊക്കെ LDF എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്, ആ പാർട്ടിക്ക്
ശക്തമായ ശബ്ദമാകാൻ, ജനങ്ങളുടെ ശബ്ദമാകാൻ, ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമാകാൻ കഴിയുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾ എല്ലായിടങ്ങളിലും ആക്രമിക്കപ്പെടുകയാണ്. മണിപ്പൂരിൽ മാത്രവുമല്ല, ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയൊക്കെ സംഘപരിവാരങ്ങൾ കടന്നാക്രമിക്കുന്ന, വേട്ടയാടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ബാംഗ്ലൂരു ആർച്ച് ബിഷപ്പ് എന്താണ് പറഞ്ഞത്? ക്രൈസ്തവരൊക്കെ അരക്ഷിതരാണെന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിൽ എന്താണ് പറഞ്ഞത്? അതായത് ഇവർ വേട്ടയാടുകയാണ്, പള്ളി തല്ലിപ്പൊളിച്ച് സംഘപരിവാറിന്റെ കൊടി നാട്ടുകയാണ്, വൈദികരെയൊക്കെ ആക്രമിക്കുകയാണ്, ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം പോലും ഇവർ നിഷേധിക്കുകയാണെന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, എന്താണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളിലേക്ക് വന്നാൽ കാണാൻ സാധിക്കുന്നത്? മുസ്ലിം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ആവാസ കേന്ദ്രങ്ങളിലേക്ക് ബുൾഡോസറുമായി ചെന്ന് അതൊക്കെ ഇടിച്ചു നിരത്തുന്നു. ഗോവധത്തിന്റെ പേരിൽ മുസ്ലിം യുവാക്കളെ തല്ലിക്കൊന്നത് ഈ സംഘപരിവാരങ്ങളല്ലേ? അങ്ങനെ തുടങ്ങി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നു. മുത്തലാഖിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ വിവാഹ പ്രശ്നങ്ങളൊക്കെ ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് തുടങ്ങി എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. ഇവർ ഈ കാണിക്കുന്നതിനെതിരെ എപ്പോഴെങ്കിലും ശബ്ദമുയർത്തി നമ്മൾ ഈ കോൺഗ്രസ്സുകാരെ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന്. അതായത് കേന്ദ്ര സംഘികളുടെ നാവായി പ്രവർത്തിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. നിയമസഭയിലൊക്കെ എന്താണ് സതീശനൊക്കെ കാണിച്ചു കൂട്ടുന്നത്? സതീശനൊക്കെ അവിടെ എന്താണോ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പറഞ്ഞത്, അവർ ഹിന്ദിയിൽ പറഞ്ഞത് ഇവിടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുകയാണ്. BJP കേരളത്തിലൊക്കെ അവർ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആരുടെയൊക്കെ ബൈറ്റുകളാണ് ഈ പറയുന്ന സതീശന്റെയും അതുപോലെ തന്നെ പല കോൺഗ്രസ് MLA-മാരുടെയും ഒക്കെ ബൈറ്റുകളാണ്. KPCC പ്രസിഡന്റായിരുന്ന K. സുധാകരൻ എന്താണ് പറയുന്നത്? ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള വ്യക്തിയാണെന്ന്. എത്ര ഒരു അഭിമാനത്തോടെയാണ് അദ്ദേഹം അത് പറയുന്നത്. അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. NK പ്രേമചന്ദ്രൻ മോദി വിളിച്ച വിരുന്നിൽ പോയി പങ്കെടുത്ത് ചാപ്പാടും അടിച്ച് സെൽഫിയും എടുത്ത് അവസാനം മോദി ഗ്യാരണ്ടിയെ പറ്റി സംസാരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇക്കുറി 2024 തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ആലത്തൂരിൽ എന്തായാലും രമ്യ ഹരിദാസിന് ഈ LDF-നെ മാത്രം നേരിട്ടാൽ പോരാ, സ്വന്തം പ്രവർത്തകരുടെ ആ വികാരത്തെ ഒരു മഞ്ഞുമല പോലെ മൊത്തത്തിൽ തണുപ്പിച്ചു കൊണ്ടുവന്ന് തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കേണ്ടതുണ്ട്. അതൊക്കെ രമ്യ ഹരിദാസിന് കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടറിയണം. കാരണം ഏറ്റവും വലിയ വികാരത്തെ തൊട്ടാണ് രമ്യ ഹരിദാസ് കളിച്ചത്. ആ വികാരം തിരിച്ചടിക്കുമ്പോൾ രമ്യ ഹരിദാസിന് അത് ഏത് രീതിയിൽ ദോഷം ചെയ്യുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.